നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായ ശേഷവും അവിടുത്തെ സന്നിധാനത്തിൽ പോയിക്കൊണ്ട് നേരിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുവാനുള്ള ആത്മീയ ബോധവും പക്വതയും നിലനിർത്തിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് ഗമിപ്പിക്കണമേ അല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുകളുടെയും മാർഗമായി പരിചയപ്പെടുത്തുന്നത്. ഇനി ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം മാർഗമല്ല, സിദ്ദീഖീന വശുഹദാ, ശുഹദാഇന്റെ മാർഗം. ശുഹദാക്കളുടെ നേതാക്കൾ ആരാണ്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഷഹീദുൽ മിഹ്റാബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പകർത്തിയെടുത്തതിൽ അല്പമെങ്കിലും അധികമോ അല്പമെങ്കിലും കുറവോ വരുത്താൻ പാടില്ല എന്ന കണിശമായ നിലപാട് കൊണ്ട് മിഹ്റാബിൽ പിടഞ്ഞു വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം. ശുഹദാഇന്റെ മാർഗമെന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗമാണ്. 20 റക്അത്ത് തറാവീഹ് വ്യവസ്ഥാപിതമായി ലോകത്തിന് പാഠം നൽകുകയും പ്രവാചക പാഠശാലയിൽ നിന്ന് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും സാക്ഷിയായതിലും കരിഞ്ചന്തയോ പൂഴ്ത്തിവെപ്പോ അധികപ്പറ്റോ കാണിക്കുകയില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ അല്ലാഹ്. അത് ശുഹദാഇന്റെ നേതൃത്വമാകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ അല്ലാഹ്. അത് സിദ്ദീഖുകളുടെ മാർഗമാകുന്നു. വഫാത്തായി പോയ മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ ചാരത്ത് ചെല്ലുമ്പോ റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി, വഫാത്തായി സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വിയോഗം തേടിയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിൽ ഗമിപ്പിക്കണമേ അല്ലാഹ്. ഏകദേശം എന്റെ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഒന്നുകൂടി പറയുന്നു, വസ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെയും മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ. പരിശുദ്ധമായ ഖുർആനിനെ ബാല്യകാലത്തു തന്നെ മനഃപ്പാഠമാക്കുകയും അവിടുന്ന് വീണ്ടും ബാല്യകാലത്തു തന്നെ ഹദീസിന്റെ രചനകളെ ഹൃദിസ്ഥമാക്കുകയും അവിടുന്ന് യൗവനകാലത്തു തന്നെ ലോകോത്തരമായി പ്രകീർത്തിക്കപ്പെടുന്ന വൈജ്ഞാനിക സാഗരങ്ങളായി പ്രകീർത്തിക്കപ്പെടുകയും ജീവിത ശുദ്ധി കൊണ്ടും വിജ്ഞാന പ്രവൃത്തി കൊണ്ടും അങ്ങനെയുള്ള യോഗ്യതകൾ സകലവും കൊണ്ട് ലോകോത്തരമായി പ്രകീർത്തിക്കപ്പെട്ട 4 അഗ്രേസരന്മാരാണ്. ഒന്ന് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഓർമ്മശക്തിയിൽ പിന്നിലല്ല, വൈജ്ഞാനിക വ്യാപനത്തിൽ ഒട്ടും പിന്നിലല്ല, ആരാധനാ ജീവിതത്തിൽ ഒട്ടും തെറ്റല്ല. അങ്ങനെ സർവസമ്മതമായി സ്വീകരിക്കപ്പെട്ട വൈജ്ഞാനിക ലോകത്തിന്റെ അധ്യക്ഷ പദവി എന്ന് പറയാവുന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം സ്വാലിഹുകളുടെ മാർഗമാണ്. അതിന്റെ ഒട്ടും പിന്നിലല്ല ഇമാമു ദാരിൽ ഹിജ്റ. 40 വർഷം മദീനയിലെ വൈജ്ഞാനിക സബരിക്ക് നേതൃത്വം കൊടുക്കുകയും അവിടുത്തെ ദർസിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സ്വാലിഹുകളുടെ നേതാവാണ്. ആ സ്വാലിഹുകളുടെ മാർഗത്തിൽ ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ഖുറൈശി പണ്ഡിതനെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ടവരെന്ന് പിൽക്കാലത്ത് സമ്മതിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സ്വാലിഹുകളുടെ നേതാവാണ്. അവിടുത്തെ മാർഗത്തിലും ഇമാമു അഹ്ലി സുന്ന എന്ന് പറയുകയും വിദണ്ഡവാദികളുടെ വാദമുഖങ്ങളുടെ മുമ്പിൽ പ്രമാണനിബദ്ധമായി നിലകൊള്ളുകയും വേണ്ടി വന്നാൽ ത്യാഗോജ്വലമായി ശരീരം കൊണ്ട് സമർപ്പണം നടത്തുകയും ചെയ്ത മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള 4 ഇമാമുകളുടെയും വഴി, സ്വഹാബികളുടെ വഴി, ശുഹദാഇന്റെ വഴി, പ്രവാചകരുടെ വഴി, ആ വഴിയിലൂടെ നടത്തേണമേ അല്ലാഹ് എന്ന് 17 തവണ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയായ ധാര. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അല്ലാഹുവിന്റെ വേദമായി അല്ലാഹു തആല മധ്യവർത്തിയിലൂടെ പ്രവാചകർക്ക് നൽകിയ വിശുദ്ധമായ ഖുർആനും നമുക്ക് കിട്ടാനുള്ള വഴി എന്താണ്? കേവലമായ ഒരു രചന എടുത്ത് മുമ്പിൽ വെക്കലല്ല, മറിച്ചോ പാരമ്പര്യപരമായ ഇസ്ലാമിനെ സമ്മതിക്കലും സ്വീകരിക്കലുമാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം,
ആ പാരമ്പര്യപരമായി വരുന്ന ഇസ്ലാമിനെ കാലോചിതമായി നിലനിൽപ്പുള്ളൂ. അതെന്താണ്? ഒരുപാട് വിശദീകരണം അർഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു പോകാൻ ലളിതമായി വേദിയിൽ ഉദ്ദേശിക്കുന്നില്ല. ആ പരമ്പരാഗതമായി കടന്നു വന്ന ഇസ്ലാമിനെ സമകാലിക യുഗത്തിൽ ജീവിക്കുവാൻ പ്രാമാണികപരമായും പ്രായോഗികമായും അർഹതയുള്ളൂ. കാരണം എന്താണ്? ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫാണ്, ജീവിതത്തിന്റെ പൂർണ്ണ പദ്ധതിയാണ്, അതിലൊന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ആധുനിക ജുഡീഷ്യറിയുടെ മുമ്പിൽ വരുന്ന മുഴുവൻ പ്രശ്നത്തിനും ഇസ്ലാമിക് ജുഡീഷ്യറിയിൽ പരിഹാരമുണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബലാത്സംഗം എന്ന് പറയുന്ന തെറ്റുകുറ്റത്തിന് വിധേയയായ പെണ്ണിനെ എന്തു ചെയ്യണമെന്ന് മോഡേൺ കോടതിയോട് ചോദിക്കുക. ആധുനിക അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പോലെയുള്ള പാശ്ചാത്യ ലോകത്തെ കോടതികളിൽ ഒരു മതവിഷയമായി, ഒരു ധാർമ്മിക വിഷയമായി കടന്നു വരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി വ്യഭിചാരിണിയാണോ അല്ലേ? അവൾ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെട്ടവളാണെങ്കിൽ അവളെ എന്തു ചെയ്യണം? വ്യഭിചാരിണിയുടെ വിധിയാണോ നടപ്പിലാക്കേണ്ടത്? അവൾ അങ്ങനെ വ്യഭിചാരത്തിന് പോയവളാണോ? വിദേശ കോടതികളിൽ അവരുടെ ശരീരത്തുള്ള മുറിപ്പാടുകൾ കണ്ട് ബലാത്കാരമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ മാനദണ്ഡങ്ങൾ എടുക്കുകയാണ്. എന്നാൽ ഇതേ ചോദ്യം ഞങ്ങൾ ഖുർആനും സുന്നത്തുമേ എടുക്കുകയുള്ളൂ എന്ന് പറയുന്ന പരിഷ്കരണവാദികളായ മുജാഹിദുകളോട് ചോദിക്കുക, ബലാത്സംഗത്തെ കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു? ബലാത്സംഗം എന്ന പദം ഖുർആനിലുണ്ടോ? ഇല്ല. എന്നാൽ ഹദീസ് എന്ത് പറയുന്നു? ബലാത്സംഗം എന്ന് പറയുന്ന പദം ഹദീസിലുണ്ടോ? ഇല്ല. ഖുർആനും സുന്നത്തും, ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആനും സുന്നത്തും കൊണ്ട് മാത്രമേ മതവിധി നടത്തുകയുള്ളൂ എന്ന് ബാലിശവാദമുയർത്തുന്ന മുജാഹിദുകൾക്ക് ആധുനിക കോടതികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാനില്ല. എന്താണ് ബലാത്സംഗത്തിന്റെ ഇസ്ലാമിക വിധി? എന്താണ്? സൗദി അറേബ്യയിലെ ഫത്വ ബോർഡിനോട് ചോദിച്ചപ്പോ നൗഉം മിനസ് സിന, വ്യഭിചാരത്തിന്റെ ഒരിനമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. പാകിസ്ഥാനിൽ സലഫികളുടെ സാന്നിധ്യത്തിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യത്തിലോ ഉള്ള മതപാഠശാലയോട് ചോദിക്കുമ്പോ അവരും പറഞ്ഞു സൗദി അറേബ്യ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുള്ളൂ. എന്നാൽ ഈ ചോദ്യം ചോദിക്കുക ഇവിടെയുള്ള സുന്നികളോട്, എന്റെ സ്റ്റേജിലുള്ള പണ്ഡിത പ്രവർത്തകരോട് ചോദിക്കുക, എന്താണ് അതിന്റെ മറുപടി? അത്തരം വിഷയങ്ങൾ പറയാൻ ഒരധ്യായം തന്നെ കർമ്മശാസ്ത്ര വിശാരദന്മാർ അടയാളപ്പെടുത്തി. ബാബു സുയാൽ എന്ന് പറയുന്ന ഒരു അധ്യായം. സാമ്പത്തികമായി, ലൈംഗികമായി, അഭിമാനപരമായി അവഹേളിക്കപ്പെടുകയും പിടിച്ചു പറിക്കപ്പെടുകയും ചെയ്യുന്നവരെ ഏതു വിധിയിലേക്ക് ചർച്ച ചെയ്യണമെന്ന് ഗഹനമായി കാലങ്ങൾക്കപ്പുറം ഇമാമുകൾ എഴുതി വെച്ചത് ബൈബിള് നോക്കിയിട്ടല്ല, ഗീത നോക്കിയിട്ടല്ല, തൽമൂദ് നോക്കിയിട്ടല്ല, മഹാഭാരതം നോക്കിയിട്ടല്ല, രാമായണം നോക്കിയിട്ടല്ല, വേദങ്ങൾ നോക്കിയിട്ടല്ല, ഉപനിഷത്തുകൾ നോക്കിയിട്ടല്ല. പിന്നെവിടെ നിന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അന്തസാരങ്ങളെയും ഉൾസാരങ്ങളെയും ആധികാരികമായി പഠിച്ചറിഞ്ഞ മസ്തിഷ്കങ്ങളും കാലബോധവുമുള്ള പണ്ഡിതന്മാർ കാലങ്ങൾക്കപ്പുറം എഴുതി വെച്ചു കാലത്തിനിപ്പുറം വരാനുള്ള വിഷയങ്ങളുടെ വിമതവിധികൾ? ക്ലോണിങ്ങിലൂടെ കുട്ടി ജനിക്കുമ്പോൾ അവന്റെ അവകാശം എന്താണെന്നും, അംഗമാറ്റത്തിന്റെയും ലിംഗമാറ്റത്തിന്റെയും അവയവമാറ്റത്തിന്റെയും രക്തദാനത്തിന്റെയും ബീജദാനത്തിന്റെയും അങ്ങനെ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ കടന്നു വന്നിട്ടുള്ള വിഷയങ്ങളെ മുഴുവനും ആധികാരികമായി ചർച്ച ചെയ്യാൻ കാലങ്ങൾക്കപ്പുറം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞത് ഒന്നുകിൽ അവരുടെ മസ്തിഷ്കത്തിന്റെ വിൽപ്പത്തി കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനത്തിന്റെ ആഴം കൊണ്ടാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ വ്യക്തിപരമായി അവരെ പൂജിക്കുന്നില്ല, വിവരപരമായി അവരെ ആദരിക്കുന്നു. അവരുടെ വിജ്ഞാനത്തിന്റെ വ്യാപ്തി കൊണ്ടായിരുന്നു.